ജൂൺ 29 ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പ്രധാനമായ ചരിത്രത്തിൻ്റെ തങ്ക ലിപികളിൽ രേഖപ്പെടുത്താൻ പോകുന്നൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പലരും ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ ഏതാണ്ട് 23 പ്രതിപക്ഷ പാർട്ടികൾ ഒരു സ്വതന്ത്ര പാർലമെൻറ്റ് അംഗം കൂടി ചേർന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക്, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഒരു കത്ത് എഴുതി അയച്ചിരിക്കുകയാണ്. കത്ത് ഇപ്പോൾ ആർക്കും എഴുതി അയക്കാം. ചീഫ് ജസ്റ്റിസിന് പ്രേമലേഖനം എഴുതി അയക്കാൻ ഒരു തടസ്സമില്ല, പരാതി എഴുതി അയക്കാനും തടസ്സമില്ല. ഭീഷണിക്കത്ത് എഴുതി അയക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഭീഷണിക്കത്ത് അയച്ചാൽ പോലീസുകാർ വീട്ടിൽ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്. അല്ലാത്തടത്തോളം കുഴപ്പമില്ല. ഇവർ പ്രേമലേഖനമാണോ അയച്ചതെന്ന് നമുക്കറിയില്ല. ഏതായാലും പരാതി കടന്നാണ് എനിക്ക് തോന്നുന്നത്. 23 രാഷ്ട്രീയ പാർട്ടികളും കൂടി പൊതുവായിട്ട് ഒരു കത്ത് എഴുതി അയച്ചിരിക്കുകയാണ്. കൂട്ടത്തിലൊരു സ്വതന്ത്ര മെമ്പറുണ്ട്. ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണ്. കോൺഗ്രസ് ഉണ്ട്, അതിൻ്റെ ഘടകകക്ഷികളുണ്ട്. DMK ഇല്ല, പക്ഷേ TVK ഉണ്ട്. മറ്റ് പാർട്ടികളുണ്ട്. NCP ഉണ്ട്, നമ്മുടെ ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയുണ്ട്, മെഹബൂബ മുഫ്തിയുണ്ട്, പിന്നെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ട് അതിഗംഭീരമായൊരു കത്ത് എഴുതി അയച്ചിരിക്കുകയാണ്. ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യം അപകടത്തിലാണ്. ജനാധിപത്യം അപകടത്തിലാണെന്നുള്ളൊരു ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല. ചീഫ് ജസ്റ്റിസിൻ്റെ ജോലിയല്ല ജനാധിപത്യത്തെ രക്ഷിക്കലും ശിക്ഷിക്കലും അല്ലെങ്കിൽ ജയിലിലേക്ക് അയക്കലും. അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന കേസുകൾക്ക് വിധി കൽപ്പിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. അത് ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ വരുന്ന അദ്ദേഹം വിധി കൽപ്പിക്കും. അപ്പുറം ഇപ്പുറമുള്ള കോടതിയിൽ വരുന്നത് അവരവർ അതാത് ജഡ്ജിമാർ വിധി കൽപ്പിക്കും. അപ്പോൾ ചീഫ് ജസ്റ്റിസ് എന്തുകൊണ്ട് കത്തെഴുതിയാൽ ചോദിച്ചാൽ ഇവർ പറയുന്നത് ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ആകെ അപകടത്തിലാണ്. വോട്ടർ പട്ടികയിൽ വലിയ തിരുത്തലുകൾ നടത്തുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും, അത് കഴിഞ്ഞ് ബീഹാറിലും ബംഗാളിലും ആസാമിലും നടന്ന തെരഞ്ഞെടുപ്പുകൾ ആകെ അബദ്ധമാണ്. മൊത്തം മാനിപ്പുലേഷനാണ്, തട്ടിപ്പാണ്, ഉടായിപ്പാണ്. വോട്ടർ പട്ടിക തട്ടിപ്പാണ്, ഇലക്ട്രൽ യന്ത്രം തട്ടിപ്പാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം അഴിമതിയാണ്, കൊള്ളനായ്മയാണ്. ജ്ഞാനേഷ് കുമാർ വലിയ തട്ടിപ്പുകാരനാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഉടനെ ഇടപെടണം. ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ജനാധിപത്യത്തെ രക്ഷിക്കണം. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജുഡീഷ്യറിയാണ് ജനങ്ങളുടെ അവസാനത്തെ ആശാകേന്ദ്രം. അപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിൽ ആശയില്ലാണ്ടായി, ഇന്ത്യ സഖ്യത്തിലും ആശയില്ലാണ്ടായി, പ്രതീക്ഷയില്ലാണ്ടായി. അവർക്ക് ആകെ ഒരു ആശാകേന്ദ്രം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. ഏത്? സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് ഇതുപോലൊരു പരാതി എഴുതി അയച്ചാൽ ചീഫ് ജസ്റ്റിസ് ഉടനെ ഇരുന്നിടത്ത് ചാടി എഴുതേക്കും. ആരവിടെ? ജനാധിപത്യം അപകടത്തിലാണെന്ന് രാഹുൽ ഗാന്ധി, ഖാർഗെ, അതുപോലെ മമതാ ബാനർജി അടക്കമുള്ള മറ്റ് നേതാക്കന്മാരും നേതാക്കളും പറയുന്നു. നമുക്കുടനെ ജനാധിപത്യത്തെ രക്ഷിക്കാം, ജനാധിപത്യത്തെ കരകയറ്റാം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? സുപ്രീം കോടതിക്ക് റിട്ട് ഓഫ് മാൻഡമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ചീഫ് ജസ്റ്റിസ് അത് വായിച്ചു, പുള്ളി ഉള്ളാലെ ചിരിക്കും, പുറമേക്ക് ചിരിക്കില്ല. എന്നിട്ട് അവിടെ ചവറ്റുകൊട്ടയുണ്ടെങ്കിൽ ചവറ്റുകൊട്ടയിലേക്ക് ഇവരുടെ ഈ കടിതം, ഈ ലേഖനം വിക്ഷേപിക്കും. അതിനപ്പുറത്തൊന്നും ചെയ്യില്ല. മറുപടി കത്ത് പോലും അയക്കില്ല. അയക്കാനുള്ള പവർ, അയക്കാനുള്ള കോമ്പീറ്റൻസ്, അതോറിറ്റി ചീഫ് ജസ്റ്റിസിനില്ല. ചീഫ് ജസ്റ്റിസിന് ജോലി ഇതല്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കഴമ്പുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ വരികയാണെങ്കിൽ അവർക്ക് പരിഗണിക്കാം. നിയമലംഘനമോ ഭരണഘടനാ ലംഘനമോ കണ്ടെത്തുകയാണെങ്കിൽ നടപടി എടുക്കാം. അല്ലാതെ പ്രേമലേഖനം എഴുതി അയച്ചാൽ ചീഫ് ജസ്റ്റിസിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? പരാതി എഴുതി അയച്ചാൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടോ? അല്ല. പിന്നെ അവരെന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്? അത് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഇത് എഴുതി കയ്യക്ഷരം തന്നാവും. ലിഖ്തേ ലവ് ഹോജായെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എഴുതി കയ്യക്ഷരം തന്നാവിൻ്റെ ഭാഗമായിട്ടാണ് അവർ നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇംപീച്ച് ചെയ്യാനായിട്ട് പ്രമേയം കൊടുത്തു. അത് പരിഗണനയ്ക്ക് പോലും കൊടുക്കാതെ തള്ളിക്കളഞ്ഞു. കാരണം പ്രോപ്പറായിട്ടുള്ള പരാതി ആയിരുന്നില്ല. പിന്നീട് ഇതുപോലെ രാജ്യസഭാ അധ്യക്ഷനെതിരെ ഇട്ട് ഒരു പരാതി കൊടുത്തു, അതും തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടൊരു പരാതി കൊടുത്തു, അതും തള്ളിക്കളഞ്ഞു. ഇനിയിപ്പോൾ രാഷ്ട്രപതിക്കെതിരായിട്ട് മാത്രമേ ഒരു പ്രമേയം കൂട്ടാൻ ബാക്കിയുള്ളൂ. അത് വൈകാതെ കൂട്ടരുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള തമാശകൾ നടത്തിക്കൊണ്ട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ തമാശയ്ക്ക് വേറൊരു തലം കൂടി ഉണ്ടല്ലോ, അതുകൂടി പറഞ്ഞാലും ഇത് പൂർത്തിയാവും. അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയില്ല. 1975 പ്രഖ്യാപിച്ച 1977 പിൻവലിച്ച നമ്മുടെ അടിയന്തരാവസ്ഥയുണ്ടല്ലോ, ആഭ്യന്തര അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയുടെ 51ാം വാർഷികം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ 51ാം വാർഷികമാണെങ്കിലും ഈ 42ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സത്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെക്കാളും ഭയങ്കരമായിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതി. അത് വെറുതെ ഇങ്ങനെ ദോശ ചൂടുന്ന പോലെയാണ് ഈ ഭേദഗതി ഉണ്ടാക്കിയത്.
ആദ്യം തന്നെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന എങ്ങനെ നന്നാക്കിയെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ സർദാർ സ്വരൺ സിംഗ് അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ കമ്മിറ്റി നല്ലപോലെ പഠിച്ച് അതിമനോഹരമായൊരു ഉപന്യാസം എഴുതിയിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് സമർപ്പിച്ചു. ഇന്ദിരാഗാന്ധി ഉടനെ തന്നെ പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി. രാവിലെ ഈ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഉച്ചയാകുമ്പോഴത്തേക്കും അത് പാസ്സാക്കി. അതിന് എതിർത്ത് കൂട്ടിയാൽ 1-1.5 ആൾക്കാരെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ജയിലിലായിരുന്നു. പ്രതിപക്ഷ മെമ്പർമാർ കൂടെ ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ ഭേദഗതി വരുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷം രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അവർ കൈയടിച്ച് പാസ്സാക്കി. അവിടെ ഇതുപോലെ എതിർക്കാനും ഉണ്ടായിട്ടില്ല. എതിർക്കേണ്ടവരൊക്കെ ജയിലിലായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം രാജ്യത്തെ വിവിധ സംസ്ഥാന നിയമസഭകൾ വിളിച്ചു കൂട്ടി. എല്ലായിടത്തും കോൺഗ്രസിന് ഭൂരിപക്ഷം. തമിഴ്നാട്ടിലും കഷ്ടിച്ച് കേരളത്തിലും ഒഴിച്ച് ബാക്കി മുഴുവൻ കോൺഗ്രസ്സാണ്. ഉടനെ തന്നെ നിയമസഭകൾ കൈയടിച്ച് പാസ്സാക്കി. 42 എന്തായിരുന്നു, ഭേദഗതി എന്തായിരുന്നു, അതിലെന്താ എഴുതിയേക്കണമെന്നൊന്നും ആർക്കും അറിയില്ല. ആരും വായിച്ചു നോക്കിയില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇന്ദിരാഗാന്ധി ഒരു ഭേദഗതി ഉണ്ടാക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി ഏതൊക്കെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചു. ഈ ഭേദഗതി പാസ്സായി. രാഷ്ട്രപതി അതിൻ്റെ അകത്ത് തുല്യം ചാർത്തി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. അതോടെ ഭരണഘടനാ ഭേദഗതി നടപ്പായി. ആ ഭേദഗതി ഇപ്പോൾ ഉണ്ടായിരുന്നു കിടന്നു. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആലുവ മുനിസിപ്പലിൻ്റെ പവർ പോലും ഉണ്ടാവില്ല. ആലുവ മുനിസിപ്പലിറ്റിയോ പറവൂർ സബ് ജഡ്ജിയുടെയോ അധികാരം പോലും സുപ്രീം കോടതിക്ക് ഇല്ലാതാവുമായിരുന്നു. കാരണം അത്ര രസകരമായ ഒരു ഭേദഗതിയാണ് അന്ന് നമ്മുടെ ഇന്ദിരാജിയും സംഘവും ചേർത്ത് പാസ്സാക്കി. അപ്പോൾ ഈ 42ാം ഭേദഗതിയുടെ 76-ലാണ് അതിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് നമ്മുടെ രാഹുൽജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ചീഫ് ജസ്റ്റിസിന് പരാതി എഴുതി അയച്ചിരിക്കുന്നു. അത് ഏതായാലും വളരെ നന്നായി. എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ തമാശകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി 42ാം ഭേദഗതി വഴിക്ക് ജുഡീഷ്യറിയുടെ കംപ്ലീറ്റ് അധികാരം ഏറ്റെടുത്തു. ഇനി ജുഡീഷ്യറിക്ക് യാതൊരു പവറുമില്ല എന്ന് ആയമ്പോൾ തീരുമാനിച്ചു. കൃത്യം 50 കൊല്ലത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ പൗത്രൻ സാക്ഷാൽ രാഹുൽ ഗാന്ധിയും സംഘവും ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചീഫ് ജസ്റ്റിസിന് ഇംഗ്ലണ്ടിൽ ഒരു പരാതി എഴുതി അയച്ചിരിക്കുകയാണ്. നാടകമേ ഉലകം.